അനു കഴിഞ്ഞ ദിവസം കണ്ടു നമ്മുടെ രേണു ചേച്ചീൻ്റെ അടുത്ത് പോയതുകൊണ്ട് എന്താ ഒരാളുടെ എങ്ങനെ പുള്ളിക്കാരിക്ക് എന്താ പറയുക, ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം ഞാൻ ഇപ്പോഴാണ് പുള്ളിക്കാരി കാണുന്നത്. അപ്പോൾ പുള്ളിക്കാരി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ബിഗ് ബോസിൽ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, നേരിൽ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, പോയി അത് മുന്നേ പുള്ളിക്കാരി ഇങ്ങോട്ട് വിളിച്ചു, എന്നെ ആദില നൂറയൊക്കെ. അപ്പോൾ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു സമയം നോക്കി വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു. ഹെൽത്തൊക്കെ ഇച്ചിരി മോശമാണ്, പിന്നെ ഓക്കെ ആയി റിക്കവറായി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, വരും, ഉറപ്പായിട്ടും വരും. എന്തിനാണ് ഈ ഒരു സാധനം ഇവിടെ പ്ലേ ചെയ്തെന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാം. അഫ്കോഴ്സ് രേണു സുധി തന്നെയാണ് സബ്ജക്റ്റ്. താല്പര്യമുള്ളവർ മാത്രം കാണുക, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ആൻഡ് ഈ ഒരു വിഷയം ഞാൻ ഇപ്പോൾ എടുത്തെന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പയ്യനെ 10-23 വയസ്സുള്ള ഒരു കുട്ടിയെ സൈബർ ബുള്ളിങ്ങിലേക്ക് ഇട്ടുകൊടുത്തിട്ട് വളരെ സമാധാനപരമായിട്ട് അപ്പുറത്തിരിക്കുന്ന കുറേ കൂക്കിച്ചികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിപ്ലൈ കൂടെയാണ്. പിന്നെ പ്ലക്കമ്മ ശാരിക പ്ലക്കത്തി ഇരുന്നുകൊണ്ട് പ്ലക്ക് വർത്താനം പറയുന്നതും കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല, ബിക്കോസ് മെന്റലി കുറച്ച് പ്രോബ്ലം ഉള്ള ഒരു സ്ത്രീയാണ് അവർ. മാനസികമായിട്ട് എന്തോ വെല്ലുവിളി നേരിടുന്ന ഒരു ഭ്രാന്തിയാണ് അവരെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിനൊന്നും മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു പെൺകുട്ടിയുടെ അമ്മയാണെന്ന് കേട്ടു. പെൺകുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള അമ്മമാർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം പ്ലക്കിങ്ങിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന അമ്മമാര് മക്കളെ ഏത് ലെവലിൽ കൊണ്ടെത്തിക്കും എന്നുള്ളത് നല്ലതാണ്. കാത്തിരുന്ന് കഥ കാണാം. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ വളരുന്ന പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഇവിടുത്തെ യങ് ജനറേഷന്, യങ്ങോ ഇനി ഓൾഡോ, ഈ കഴപ്പ് മൂത്ത ഞരമ്പന്മാരുടെ അത്യാവശ്യം ഞരമ്പ് പൊട്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ പ്രോട്ടീൻ കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കുഞ്ഞായിരിക്കും അതെന്നുള്ളതിൽ കുറച്ച് വിശ്വസിക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നാളെയുടെ മൂലധനമായിട്ട് പ്ലക്കമ്മയുടെ മകൾ വളർന്നു വരട്ടെ എന്ന് ആശംസകൾ. അപ്പൊ പ്ലക്കത്തി ഇനിയിപ്പോ ഇതിന്റെ പേര് എന്റെ തലയിൽ കയറാനായിട്ട് വരും, സ്വാഭാവികമാണ്. പ്ലക്കത്തി എന്റെ വായിരിക്കുന്ന അത്രയും കേൾക്കും, അതിനകത്ത് വേറെ തർക്കമൊന്നുമില്ല. അപ്പൊ വിഷയം ഈ പറയുന്ന അനുമോളെ ടീമിനെ, അനുമോളുടെ കൂടെയുള്ള 2 പാട്ടാ ഗേൾസിനെ ഒക്കെ അങ്ങോട്ട് വിളിക്കുകയാണ്. അവരാരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല, അവർക്കാർക്ക് മൈൻഡും ഇല്ല, താല്പര്യമില്ല. പക്ഷേ അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് ക്യാൻസറാണ് കേട്ടോ, എന്നെ വന്ന് കാണണം ട്ടോ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി കാണാനായിട്ട് നിർബന്ധം പിടിച്ച് ഇവരെ കാണിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ വന്ന് കാണുമ്പോഴും ഉള്ള പ്രയോജനം എന്തെന്ന് പറഞ്ഞാൽ ദേ വിൽ ഗെറ്റ് സം സോർട്ട് ഓഫ് ഗിഫ്റ്റ്. എന്തെങ്കിലുമൊക്കെ കൊടുക്കും ഗിഫ്റ്റായിട്ട്. 1000, 5000, 10,000, 10,000 കൊടുക്കും. അങ്ങനെ ഒരു 10 പേര് വന്നാൽ തന്നെ 1,00,000 രൂപ മറിഞ്ഞില്ലേ. പണമാണ് മുഖ്യം ബിഗിലെ. അപ്പോൾ എൻ്റെ ഒരു സംശയമാണ്, ഇവരെയൊക്കെ വിളിക്കാനുള്ള ഒരു ബുദ്ധിയും ബോധവും ഉള്ളവൾക്ക് എന്തുകൊണ്ടാണ് കിച്ചുവിനെ നേരിട്ട് വിളിക്കാൻ പറ്റാത്തത്? ജസ്റ്റ് മെസ്സേജ് അയച്ചൂടെ, വാട്സപ്പ് ത്രൂ എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞൂടെ? അതെന്താണ് കിച്ചുവിന് വേണ്ടി മാത്രം ഒരു ഓപ്പൺ ഫോറത്തിൽ ഞാൻ 11 വയസ്സ് മുതൽ വളർത്തിയ ഒരു ചെറുക്കൻ എന്നെ കാണാൻ വന്നിട്ടില്ല, എൻ്റെ മകനായിരുന്നു അവൻ എന്ന് പറയണ എന്ത് അടിസ്ഥാനത്തിലാണ്? അവിടെ ഒരു പിശി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല? ഐ റിയലി ഫീൽ പിശി. പിന്നെ ഞാൻ കണ്ട ഒത്തിരി പേരുടെ വീഡിയോസൊക്കെ കണ്ടു, പലരുടെയും പല അഭിപ്രായങ്ങളും. ഇവിടെ ഒരു ഭാഗം പറയുന്നുണ്ട്, ആ ചെറുക്കനിക്ക് എന്താ ഇത്രയും കാലം അവൻ വാങ്ങിച്ച് നക്കിയില്ലേ, തിന്നില്ലേ. ഇത്രയും കാലം അവൻ മാത്രം വെച്ച് തിന്നേണ്ട പൈസ അവൾ ഷെയർ ചെയ്തില്ലേ, അവളുടെ കുടുംബക്കാർ ഷെയർ ചെയ്തില്ല. അത് ഇപ്പുറത്തെ സൈഡ് പറയുന്നതാ. അതേപോലെ ഇനി അപ്പുറത്തെ സൈഡ് പറയുന്നത് ഒന്നുമില്ലെങ്കിലും പെറ്റമ്മയല്ലേ, ഋത്തപ്പൻ്റെ അമ്മച്ചിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഒരിത്. അപ്പൊ ഇപ്പുറത്തുള്ളവർ അത് പറയണം, ആയിക്കോട്ടെ, അതുകൊണ്ടാണല്ലോ ഒരു വീടുള്ളതിൻ്റെ അവകാശം പോലും ചോദിക്കാതെ പൂർണ്ണമായും അവളും അവളുടെ അച്ഛനും പിന്നെ മൈക്കു തങ്കൂനും ഒക്കെ അട്ടിപ്പേറ് കിടക്കാനുള്ള സ്പേസ് വിട്ടുകൊടുത്തിട്ട് മിണ്ടാതെ കുത്തിയിരിക്കുന്നത്. അങ്ങനെ തെണ്ടി തിന്നുന്നവരെല്ലാം തെണ്ടിക്കൂട്ടങ്ങൾക്കെല്ലാം കയറി കിടക്കാനുള്ള സ്പേസ് ഇട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു വേറൊരു കൂട്ടർ. അങ്ങനെ ഈ 2 കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ക്ലാഷുകളാണ്. ഇതിൽ ആ കുട്ടി വന്ന് പറഞ്ഞ ഒരു കാര്യം, കുട്ടിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തത് കൊണ്ട്, സൈബർ ബുള്ളിങ്ങിൽ കൂടെ അവനെ എല്ലാവരും കൂടെ കളിയാക്കുന്ന ഒരു ടൈം വന്നതുകൊണ്ട് അവന് നിർബന്ധമായി വായു തുറക്കേണ്ടി വന്നു. ആ വായു തുറക്കലിൽ അവന് പറയേണ്ടി വന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ വളർത്തമ്മയെ ഞാൻ കാണാൻ പോകാതെ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരനുറയും സുർമുടിയിൽ ശാകര സൗന്ദര്യം. ഞാനതിവിടെ കാണിക്കുന്നില്ല, വീണ്ടും എനിക്ക് വയ്യത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, കാലിൽ കൂടെ ക്രീം ഒഴിച്ചിട്ട് ആ ക്രീമും പിന്നെ തുണിയില്ലാത്ത കാലും കണ്ടു കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള പാലഭിഷേകം പോലുള്ളതൊക്കെ, അങ്ങനത്തെ കുറേ നരേഷൻസ് ഒക്കെ അതിനകത്ത് വരാനുള്ള ഇതുണ്ട്. ഇതൊക്കെ ഫ്യൂച്ചറിൽ റിത്തപ്പൻ മോൻ കണ്ടു കഴിഞ്ഞാൽ അവനിക്കും തിരനുരയുകയും പാലഭിഷേകം വരികയും ഒക്കെ ചെയ്യും. ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഇതൊന്നും നമ്മൾ പറയണ്ട, ഇതിനെയൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. എൻ്റെ ചോദ്യം എന്താണ്, ഞാൻ അത് ജനങ്ങളിലേക്ക് ഇട്ട് തരികയാണ്, നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഇപ്പോൾ അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഓരോ മനുഷ്യരെയും വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും എന്നെ വന്ന് കാണണം എന്ന് പറയാനുള്ള സമയം കണ്ടെത്തിയ രേണു അഥവാ രേഷ്മ പി തങ്കുവിന് എന്തുകൊണ്ട് ആ കുട്ടീനെ വിളിച്ചിട്ട് എന്നെ വന്ന് കാണണമെന്ന് പറയാൻ തോന്നിയില്ല? പകരം പബ്ലിക്കിൽ ഇത് പറഞ്ഞതെങ്ങനെ? ഇനി നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന ഇതെനിക്ക് ഒരാൾ അയച്ചു തന്നെയാണ്, ചേച്ചി എന്താ അവരുടെ പല്ലിന് പറ്റിയത് എന്നുള്ളത്. ഇത് മുൻപ് രേഷ്മ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, എന്നെ പലരും പറയും ഹാൻഡ്സ് വെക്കുന്നവളെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് എന്ന്. അപ്പൊ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഇവൾ കിടന്ന കിടപ്പിൽ എനിക്ക് തലയുടെ ഇവിടെ മുഴുക്ക എന്തൊക്കെ പ്രശ്നമുണ്ടെന്നും എനിക്ക് ഓർമ്മ പോകുന്നുണ്ടെന്നും ഞാൻ ഭയങ്കര ടയേർഡാണെന്നും നെഞ്ചിൻ്റെ അവിടെ ഒരു ബാളൊക്കെ ഉള്ള ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, ഒരു പുതപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോയ്ക്കകത്താണ് ഞങ്ങളുടെ ഷോർട്സിലാണ് അത് ഞാൻ കണ്ടത്. വേണമെങ്കിൽ അതിന് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം ഷോർട്സും. അപ്പോൾ അതിനകത്തു നിന്നാണ് ഞാൻ ഈ ഫോട്ടോ സൂം ചെയ്തെടുത്തത്. എനിക്കിത് ഒരാൾ അയച്ചു തന്ന സാധനമാണ്, ആ ഷോർട്സ് ഉൾപ്പെടെയാണ് അയച്ചു തന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്നുണ്ട് പല്ലിൻ്റെ ഇടയിലൊക്കെ നിറയെ എന്തൊക്കെയോ വെച്ചിരിക്കുന്നത് പോലെ. അപ്പം ഇനി അതാണോ അല്ല ആ സമയത്തേക്ക് പല്ലിലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ ഭയങ്കര ട്രബിളാണെന്ന് ആക്കുകയൊക്കെ ചെയ്തതാണോ? ആൻഡ് ദെൻ സടകുടൻ എഴുന്നേറ്റിട്ട് പിറ്റേന്ന് എടുത്ത് ഒരു കാലിൻ്റെ പുറത്തൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് കംഫർട്ട് സോണിലൊക്കെ ഇരുന്നു കൊണ്ട് വെല്ലുവിളിക്കുകയാണ് കിച്ചുവിനെ. ഞാൻ ചത്താലും നീ എൻ്റെ ശവം കാണാൻ വരരുതെന്ന്. ശവം കണ്ടിട്ട് അവനെന്തരാക്കെ? എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഇപ്പം ആരും ഇടപെടത്തില്ല, അതെനിക്കറിയാം. പള്ളിയിലച്ഛന് പണ്ട് ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പം പള്ളിയിലച്ഛൻ സടകുടഞ്ഞങ്ങ് വീണ് എല്ലാം ക്ഷമിഷ് പേക്കുമാക്കി കാലി തടവിയിരിക്കുകയാണ്. പക്ഷെ അയാൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയൊക്കെ ചെയ്ത് കൂട്ടുന്ന ഇവൾ ആ കുട്ടിയോട് കാണിക്കുന്ന അനീതിയാണ്. ആ കുട്ടിയെയും കൂടെ മുൻനിർത്തി ആ കുട്ടിക്കും കൂടെ അവകാശപ്പെട്ട മുതൽ കൈയടക്കി വെച്ചിട്ട് അവനോട് നീ ശവം കാണാൻ പോലും വരരുത് എന്ന് പറയുമ്പോൾ ആ വീടിൻ്റെ അധികാരത്തിൽ അവന് ചേരേണ്ട പണം കൊടുത്ത് അവനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് മാനേഴ്സ്. അല്ലാണ്ട് ചുമ്മാ ഇരുന്നുകൊണ്ട് വെല്ലുവിളിച്ചിട്ട് കുറെ പട്ടിക്കൂട്ടങ്ങളെ കൊണ്ട് ആ പാവപ്പെട്ട കുട്ടീനെ തെറി വിളിപ്പിക്കുന്നതിനോട് എന്തോ ഒരു പൊരുത്തമില്ലായ്മ എനിക്കുണ്ട്. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ദ റെസ്റ്റ് ഈസ് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ കണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇവള് മുഴുക്ക അഭിനയിക്കുകയാണെന്നുള്ളത് തെളിവാണ്. പിന്നെ ഇന്നലെ ഒരു വീഡിയോ ഇന്നലെ ഈ ചാടിത്തുള്ളിക്കൊണ്ടിരിക്കുന്ന വീഡിയോയ്ക്കകത്തും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല, നിങ്ങൾ പോയി കേട്ടാൽ മതി. അതിനകത്തും അവർ പറയുന്നുണ്ട്, എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒന്നും അല്ല, എൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, എൻ്റെ എത്രാമത്തെ സ്റ്റേജാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അപ്പം ബ്രസ്റ്റിലല്ലേ ക്യാൻസർ. ഇത് ഇവള് തന്നെ പറയണതാണ്. അതും സംശയങ്ങളാണ്, നമുക്കറിയത്തില്ല. നമുക്ക് സംശയങ്ങൾ ചോദിക്കാനല്ലേ പറ്റൂ, ഉത്തരങ്ങൾ അപ്പുറത്തുനിന്നാണ് വരേണ്ടത്. പകരം തെറിവിളിയായിരിക്കും വരിക. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറേ അധികം ഗുണ്ടീസുകൾ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. ഇവരെയൊക്കെ വെച്ചിട്ട് നമ്മളുടെയൊക്കെ ചരിത്രവും പുരാണവും ഇല്ലാവചനങ്ങളും പുല്ലാവചനങ്ങളും കള്ളത്തരങ്ങളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നോണപ്രചരണങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ പാഞ്ഞിറങ്ങും വണ്ടി എന്നുള്ളതാണ് വസ്തുത. ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടാകത്തില്ല, പകരം നമ്മളെ തെറി വിളിക്കാൻ ആളെ ഏർപ്പാടാക്കും. ഇത്രയധികം ഗുണ്ടാവളമുള്ള സൈബർ ഗുണ്ടായിസം കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ ഇവരല്ലാതെ വേറെ ആരും ഉണ്ടാവത്തില്ല. ഇവർ അബദ്ധത്തിലെങ്ങാണ്ട പോയി പെട്ടതാണ്. ഇവർ ഏറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർ ഓടിപ്പോയി ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. ഈ മരണം വരെ ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന രീതിയിൽ അവർ അറിയപ്പെടുക മാത്രമല്ല, അതിനകത്തുള്ളവർക്ക് ഓരോരുത്തർക്കും ബാധ്യതയായി മാറിയിരിക്കുകയാണ്. നല്ല ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ പൈസ കൊടുത്തിട്ടുണ്ട്, പണം നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കോടി രൂപ കൊടുത്താലും അവൾക്ക് നിറയത്തില്ല. കോടി രൂപ കൊടുത്താലും വീണ്ടും അവൾ ഇതുപോലത്തെ എന്തെങ്കിലും തോന്നിവാസങ്ങൾ കാണിക്കും. കണ്ടു നിറഞ്ഞവനിക്ക് എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കണം എന്ന് കേട്ടിട്ടില്ലേ? അതുപോലൊരവസ്ഥയാണ്. പണം കൊടുക്കുന്നത് കൊണ്ടോ അവളുടെ വിശേഷങ്ങൾ നടക്കുന്നത് കൊണ്ടോ ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ബട്ട് ഇൻഫാക്റ്റ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. ആ പൈസ ചേരേണ്ടടുത്ത് ചേരണം, പോകേണ്ടടുത്ത് പോകണം. അല്ലാതെ ഇമാതിരിയുള്ള വൃത്തികെട്ട ആൾക്കാരുടെ കൈകളിലേക്ക് ആ പണം പോയി ചേരുന്നതിനോട് എനിക്കെന്തോ ഒരു പൊരുത്തക്കുറവുണ്ട്. സോ ഞാൻ ആ വിഷയമൊന്നും ഇവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ അവർ പറയുന്നത് തന്നെ അവരുടെ അസുഖം. അവരിപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ, നാളെ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ്, അവർക്ക് ഇനി പിന്നെ വേറെന്താ ക്ഷയമാണെന്ന് പറഞ്ഞാൽ ക്ഷയം, എന്താണെന്ന് വെച്ചാൽ അവർ പറയണത് തന്നെ. കാരണം എന്തിനേയും വളച്ചൊടിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണിത്. പിന്നെ ഇനി വേറെ അല്ലാതെ കുറേ വീഡിയോ കണ്ടിരുന്നു. ആ വീഡിയോയിലൊക്കെ പറയുന്ന കാര്യം പിന്നെ ഇവൾ രക്ഷപ്പെട്ടതാണ് എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്ന
അങ്ങനെ നിങ്ങൾക്ക് തോന്നണ്ട. ഇതിനേക്കാൾ വലിയ രീതിയിൽ, അതിനേക്കാൾ വളരെ മികവുറ്റ രീതിയിൽ അവരതിലേക്ക് ഇറങ്ങുന്നത് നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. അത് ചുമ്മാതെയൊന്നുമല്ല. ഇപ്പോൾ അവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയ ഈ ഒരു അവസരം അവർ ഉപയോഗിക്കുന്നു. ഭർത്താവിൻ്റെ മരണം ആഘോഷമാക്കാൻ സാധിക്കുന്ന ഒരു സ്ത്രീക്ക് സ്വന്തം അസുഖം പിന്നെ ലോട്ടറി അടിച്ച കണക്കല്ലേ. സോ ഒബിയസ്ലി ഇതൊക്കെ ഹാപ്പൻസ്. സോ ഷിറ്റ്സ് ഹാപ്പൻസ്. അത്രേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സബ്സ്ക്രൈബ് എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് അത് ക്ഷമിക്കുക, ക്ഷമിഷ്പേക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.